ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ചെമ്മീൻ കൊണ്ടുള്ള ഒരു ടേസ്റ്റിയായ ഒരു തോരനാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 25-30ഓളം ഒരു അത്യാവശ്യം വലുപ്പമുള്ള ചെമ്മീൻ എടുത്തിട്ടുണ്ട്. കഴുകി ക്ലീനാക്കി വെച്ചതാണ്. പിന്നെ ഒരു കുഞ്ഞു സവാള, പിന്നെ ഒരു 10-12 ചെറിയുള്ളിയാണ്. അത് നമ്മൾ തൊലി കളഞ്ഞ് വരുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ രണ്ടെണ്ണമൊക്കെ ഉണ്ടാകും. അങ്ങനെയാണ് അത്രയും എണ്ണം. ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക്, പിന്നെ തേങ്ങ 1/2 കപ്പ് ചെറിയ തേങ്ങ, ഒരു 1/2 ടീസ്പൂൺ ജീരകം ചതച്ച് വെച്ചത്, പിന്നെ 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി, പിന്നെ കുറച്ച് 1-2 ടേബിൾ സ്പൂൺ പുളി പിഴിഞ്ഞ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെമ്മീൻ കുറച്ച് വലിപ്പമുള്ള ചെമ്മീനായതുകൊണ്ട് തോരൻ ഉണ്ടാക്കും ഞാനൊരു 2-3 പീസ് ആക്കുന്നുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ചെറുതാണെങ്കിൽ നമുക്ക് പീസാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സവാളയും ചെറിയുള്ളിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു, ഇഞ്ചിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്യാസ് ഓണാക്കി ഒരു പാന് ഗ്യാസിൽ വെച്ച് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ചേർക്കാം. പിന്നെ എടുത്ത് വെച്ച ക്രഷ്ഡ് ചില്ലിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മുറിച്ച് വെച്ചിരിക്കുന്ന സവാളയും ചെറിയുള്ളിയൊക്കെ ചേർക്കാം. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല വഴന്ന് മസാലക്കൊക്കെ വഴറ്റുന്ന പോലെ അങ്ങനെയൊന്നും വേണ്ട. ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് അങ്ങനെ ഒരു ടെക്സ്ചർ മതി. അതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ച ചെമ്മീനും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഉപ്പും എരിവും ക്രഷ്ഡ് ചില്ലിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഞാൻ ചേർത്തില്ല. ചെമ്മീനും കൂടി ഇട്ട് ഇതാക്കിയതിന് ശേഷം നമുക്ക് അത് ചേർക്കാം. ഇനി അതിലേക്ക് എടുത്ത് വെച്ച ഇഞ്ചിയും പച്ചമുളകും ചേർക്കുന്നത് അത് കുറച്ച് ലേറ്റായിട്ട് ചേർക്കണം. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും. പിന്നെ നമ്മൾ എടുത്ത് വെച്ച പുളിവെള്ളം, ഈ ഒരു പുളിയാണ് ഞാൻ ചേർക്കുന്നത്. മറ്റേ കുടംപുളി യൂസ് ചെയ്യുന്നവർക്ക് അതും ഇടാം. പിന്നെ ക്രഷ്ഡ് ജീരകം ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ എടുത്ത് വെച്ചത്. പിന്നെ നമ്മൾ എടുത്ത് വെച്ച തേങ്ങ, അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ക്രഷ്ഡ് ചില്ലിക്ക് പകരം റെഡ് ചില്ലി മുളക് പൊടിയും യൂസ് ചെയ്യാം. അപ്പോൾ അത് കുറച്ചും കൂടി ഇതിൻ്റെ ഒരു കളറും ഒന്ന് മാറും, റെഡ് കളറായിട്ട് വരും. രണ്ടും യൂസ് ചെയ്യാം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഇനി അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കാം. കാരണം ആ തേങ്ങയും ജീരകവും ഇഞ്ചിയും എല്ലാറ്റിൻ്റെ ഒരു ഫ്ലേവർ ചെമ്മീനിലേക്കും ഒക്കെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് സെറ്റാകുന്നത് വരെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ച് വെച്ച് ഒരു 3-5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ തോരൻ റെഡി ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാം ആ ഒരു നല്ലൊരു ഫ്ലേവർ, ഇഞ്ചിയും ആ തേങ്ങയും ജീരകവും ചെമ്മീനും എല്ലാം കൂടി മിക്സായിട്ട് വരുന്ന ആ ഒരു സ്മെല്ലിന് ആ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചുകൂടി ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അത് ചേർക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ആ സ്പൈസൊക്കെ നോക്കിയിട്ട് പച്ചമുളകൊക്കെ ചേർക്കാം കേട്ടോ, നമ്മുടെ എരിവിനനുസരിച്ച്. ഇത് അത്യാവശ്യം സ്പൈസി ആണ്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. കറിവേപ്പിലക്ക് പിന്നെ അത്ര എണ്ണമൊന്നും ഇല്ല കേട്ടോ, കാരണം ഈ ഒരു സമയത്തും ചേർക്കുമ്പോൾ ആ നല്ലൊരു കറിവേപ്പിലേൻ്റെ ആ ഒരു ഫ്ലേവർ വരും. പിന്നെ നമ്മൾ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചെമ്മീൻ തോരൻ റെഡിയായി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതുണ്ടെങ്കിൽ ചോറിന് പിന്നെ വേറെ കറി വേണമെന്നൊന്നുമില്ല, ഭയങ്കര കോമ്പിനേഷനാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിക്കും ഒക്കെ. ഇനി നമുക്കതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റിയും എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു തോരനാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.